Hello മക്കളെ, വെൽക്കം ടു JP's Junior. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയ മിസ്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ എക്സാമിന് ഈ 3rd ചാപ്റ്ററിൽ വരുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മക്കള് സ്ക്രീൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിസ് ഏത് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് അല്ലേ. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എടുക്കാൻ പോകുന്നത് അല്ലെ. എന്താണ് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ഭരണത്തിനെയാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും എന്താണ്? നല്ല രീതിയിൽ, പൊതുഭരണം എപ്പോഴും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് ആരാണ്? എപ്പോഴും ആരാണ്? യെസ്, ബ്യൂറോക്രസി ആണ് അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദാണ് അല്ലെ. അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ബ്യൂറോക്രസി ആണ് മക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, എന്താണ് ഈ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ? ബ്യൂറോക്രസി മിസ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ പറയട്ടെ. നിങ്ങൾ കാണുന്നില്ലേ, എന്താ പറയാ, നിങ്ങളുടെ പാരൻസ് തന്നെ ഉണ്ടാവും, പാരൻസോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ. രാവിലെ തന്നെ എന്താണ് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ബാഗൊക്കെ ഇട്ടിട്ട് പോകുന്നത് കാണാമല്ലോ. ഗവൺമെന്റ് ഓഫീസിലേക്ക് പോകുന്നത് കാണാമല്ലോ അല്ലെ. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. അതുപോലെ ചേച്ചി, ചേട്ടൻ അല്ലെങ്കിൽ ആന്റി, അങ്കിൾ അല്ലെ, ഇവരൊക്കെ എന്താണ്, ചിലരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്തിന്റെ ഭാഗമാണ്? പൊതുഭരണത്തിന്റെ ഭാഗമാണ് അല്ലെ. അവരെയാണ് എന്ത് പറയാ നമ്മള്? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയാ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. ഓക്കെ, രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു അല്ലെ. The employees who work under the public administrative system and administer the country are together known as bureaucracy. അല്ലെ, രാജ്യത്തിന്റെ പൊതുഭരണകാര്യങ്ങൾ അല്ലെ, ഇതെല്ലാം എന്താണ്? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ലേ, ഒരുമിച്ച് നടത്തിക്കൊണ്ടു പോകുന്നവരെയാണ് എന്ത് പറയാ? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയാ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നുണ്ട് ബ്യൂറോക്രസി എന്താണെന്നും ബ്യൂറോക്രസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അല്ലെ. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് എന്താ നോക്കിയാലോ. ഓക്കെ, നോക്കിക്കോ. ഒന്നാമത്തെ ഫീച്ചർ എന്താ? യെസ്, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെ, ശ്രേണിപരമായ സംഘാടനം. ഓക്കെ, നിങ്ങൾക്കറിയാലോ അല്ലെ, ഏതൊരു ഗവൺമെന്റ് ഓഫീസിലും പോയി നോക്കിയാൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ പോയി നോക്കിയാലും അവിടെ ഏറ്റവും ഹയർ പൊസിഷനിൽ ഒരാള്, പിന്നെ അതിന്റെ തൊട്ട് താഴെ വേറൊരാള്, പിന്നെ അതിൻ്റെയും താഴെ ഒരാള്, അങ്ങനെയല്ലേ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഏറ്റവും ഹയർ പൊസിഷനിൽ ആരാ ഉണ്ടാവുക? മാനേജ്മെന്റ് സ്കൂൾ ആണെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടാവും, പിന്നെ തൊട്ട് താഴെ HM ഉണ്ടാവും, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ പ്യൂൺ ഉണ്ടാവും അല്ലെ. അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഈ ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2ാമത്തെ പോയിന്റിലേക്ക് പോകാം അല്ലെ. 2ാമത്തെ പോയിന്റ് എന്താണ്? പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത അല്ലെ. അപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി, അയാള് ഇപ്പൊ മിസ്സാണ് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് വിചാരിച്ചോ. അപ്പൊ മിസ് ഒരു 27ാമത്തെ വയസ്സിൽ ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ മിസ്സിന് എത്ര ഏജ് വരെ അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ആ ഒരു ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ പറ്റും? യെസ്, 56 ആണ് അല്ലെ. അപ്പൊ 56 വയസ്സ് വരെ നമുക്ക് എപ്പോഴും എന്താണ് ഒരു ഗവൺമെന്റ് ജോബിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ അല്ലെ. അതിനിടയിൽ ഒരാൾക്കും എന്താണ് അവിടുന്ന് ഒരാളെയും പിരിച്ചുവിടാൻ പറ്റില്ല അല്ലെ. അതെപ്പോഴും എന്താണ് ഗവൺമെന്റ് സർവീസിലുള്ള ഒരാളെ എപ്പോഴും പെർമനന്റ് ആയിരിക്കും അല്ലെ, സ്ഥിരതയുള്ളവരായിരിക്കും അല്ലെ. ഇനി 3ാമത്തെ പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്കറിയാലോ, ഇത് ഓരോ ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും എന്താണ് അവരെ സെലക്ട് ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. അതെന്തായാലും അങ്ങനെ തന്നെയായിരിക്കും, നമുക്കറിയാം. ഓക്കെ അല്ലെ. ഇനി 4ാമത്തെ പോയിന്റ്, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് അല്ലെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിസ് ഒരു ഗവൺമെന്റ് എംപ്ലോയിയാ. മിസ് ഇപ്പൊ എന്താണ്? ഓക്കെ, മിസ് ഇടതുപക്ഷം ഒന്നും അല്ല. മിസ് ഇപ്പൊ ഒരു ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസം വിശ്വസിക്കുന്ന ഒരു ആളാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറൊരു പാർട്ടിയാണെന്ന് വെച്ചോ. അപ്പൊ മിസ് എന്താണ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, അപ്പൊ എന്താണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മിസ്സിന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ മിസ് എന്താണ്? ഒരു ഗവൺമെന്റ് ജീവനക്കാരിയാണ്. അപ്പൊ എന്താണ്, ഏത് പാർട്ടിയാണോ ആ ഒരു സമയം നമ്മുടെ കേരളം ഭരിക്കുന്നത് എങ്കിൽ ആ ഒരു പാർട്ടിനെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? സപ്പോർട്ട് ചെയ്യണം അല്ലെ. അതായത് നമ്മൾ എല്ലാ പാർട്ടിയോടും എന്താണ്? ന്യൂട്രൽ ആയിട്ട് ഇടപെടണം അല്ലെ, ഒരേപോലെ ഇടപെടണം. അതാണ് എന്ത്? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോയാലോ. പ്രൊഫഷണലിസം ആണ്. പ്രൊഫഷണലിസം അല്ലെ, വൈദഗ്ധ്യം. അതായത്
നമ്മൾ ചെയ്യുന്ന ഒരു ജോലിനോട് നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നമ്മുടെ കഴിവ് അല്ലെ, നമുക്ക് നല്ല കഴിവ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ ജോലിയിൽ ഒരു ആത്മാർത്ഥത കാണിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു 5 പോയിന്റ് എന്റെ മക്കൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ്. ഒന്നാമത്തത് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണിപരമായ സംഘാടനം. രണ്ടാമത്തത് പെർമനന്റ് സ്ഥിരത. മൂന്നാമത്തത് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. 4 പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ നിഷ്പക്ഷത. ലാസ്റ്റ് പോയിന്റ് പ്രൊഫഷണലിസം അല്ലെങ്കിൽ വൈദഗ്ധ്യം. അപ്പൊ ഈ 5 പോയിന്റും ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ഡെഫിനിഷൻ പഠിക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ, അതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ മിസ് അടുത്ത ക്ലാസ്സിൽ വരാം, മറ്റൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, JP's ജൂനിയർ എന്നാണ്. അപ്പൊ മിസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ അല്ലേടാ? ബൈ.